പിന്നെ ഇതൊക്കെ ഞാൻ ഇപ്പൊ വിശ്വസിച്ചു തന്നെ. എന്നാ നീ വിശ്വസിക്കേണ്ട, അവിടെ നിന്നോ. സത്യമായിട്ടും എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്തോണ്ടല്ലേ. ഓക്കെ ഓക്കെ, നീ വിശ്വസിക്കേണ്ട. അമ്മേ, ഞാൻ കളിക്കാൻ പോവാണേ. എന്റെ മാധവ്, ആ നേരെ കൂടെ ഇച്ചിരി ബുക്ക് വെച്ച് വായിക്കുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ കളിച്ച് വെച്ചിട്ട് എന്ത് ഗുണം നിൽക്കട്ടെ പോകുന്നത്. മാരൊക്കെ പോയി പഠിക്കാൻ നോക്കാം, ഒന്ന് കളിക്കാൻ പോകണ്ട. എന്താ അമ്മേ, പ്ലീസ് അമ്മേ, ഒന്ന് കളിക്കാൻ പോട്ടെ അമ്മേ. എന്നെല്ലാവരും വെയിറ്റ് ചെയ്യണ്ടാവും. അതിന് ഞാനെന്ത് വേണം? എടാ, 2 ദിവസം കഴിഞ്ഞാൽ എക്സാം ഒക്കെ കഴിയും. അത് കഴിഞ്ഞാൽ നീ ഫ്രീ അല്ലേ? അപ്പൊ നിനക്ക് കളിക്കാനോ എവിടെ പോവാൻ നിനക്ക് പറ്റുമല്ലോ. ഈ 2 ദിവസം കഷ്ടപ്പെട്ടാലെന്താ, പിന്നേ ദിവസം നിനക്ക് അടിപൊളിയായിട്ട് നിന്നൂടെ? പറ്റൂലമ്മേ, ഞാൻ എന്തായാലും കളിക്കാൻ പോകും. ദേ ഞാൻ പറഞ്ഞിട്ട് കേട്ടാ മതി കേട്ടോ. എന്താ അമ്മേ ഇത്? എല്ലാവരും കളിക്കാൻ പോകുന്നുണ്ടോ? എന്റെ മാധവൻ വീട്ടിൽ അടിച്ചുപിടിയിരിക്കുന്നേ. എല്ലാവരും പല ചെയ്യണ്ടാവും, അതേപോലെ ഈ ഉണ്ടാവും. ചെയ്യുന്നില്ലല്ലോ, ഞാൻ മര്യാദയ്ക്ക് ഇവിടെ നിന്നാ മതി. എങ്ങാനും ഇന്ന് മാധവ് ഇന്ന് പുറത്തേക്ക് പോയി ഞാൻ കേട്ടാൽ മാധവ് പിന്നെ നീ തിരിച്ചു കയറില്ല. ആദ്യം ഞാൻ പറഞ്ഞേക്കാം. അമ്മയ്ക്ക് എന്തൊരു കേടാ എപ്പോഴും എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നേ. പിന്നെ നിന്നോടല്ല പിന്നെ ആരോടെ ഞാൻ സംസാരിക്കാം? മര്യാദക്കോടെ ഇരുന്ന് പഠിക്കാൻ നോക്ക്. ഒന്ന് പോയിട്ട് കുളിക്ക്, എന്നിട്ട് പോയി പഠിക്കാൻ നോക്ക്. പറ്റൂല പറ്റൂല പറ്റൂല, അത് നീ തീരുമാനിച്ചാ പോരാ. മര്യാദക്ക് പോയിട്ട് കുളിക്കാൻ നോക്ക്. മാധവ്, ഞാൻ പറയുന്നത് കേട്ടാ മതി. ഒന്നൊരു കഷ്ടമേ. ഓ, നീ പാരാണോ എന്തോ. ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാനിപ്പോ അങ്ങോട്ട് പോകണ്ടേ. അപ്പോ ഈ തക്കത്തിൽ നീ വേറെക്ക് പോവാണെങ്കിലേ മോനെ നീ എന്റെ കയ്യിൽ കിട്ടും. നല്ല ഞാൻ ശരിയാക്കും നിന്നെ. അതോടെ ആ പണിക്ക് നിൽക്കാൻ നിൽക്കണ്ട. ഓ, ഇങ്ങനത്തെ ഒരു അമ്മ. ഹലോ മാഡം, ഒരു അയ്യോ, ഇത് കീർത്തി മാഡം അല്ലേ? അയ്യോ, അമ്മ എന്താ ഈ മാഡം എന്നൊക്കെ വിളിക്കുന്നേ? അതിന് അമ്മാരാ? ആ, എന്തോ കുഴപ്പമുണ്ടല്ലോ. ആരാമേത്? എനിക്കറിയോ, ഞാനിപ്പോഴല്ലേ കാണുന്നേ. അല്ല, അവരെന്തിനാ നിങ്ങൾ മാഡം എന്നൊക്കെ വിളിക്കണേ? എന്റെ പൊന്നെ, എനിക്കറിയില്ല, ഞാൻ ചോദിച്ചു നോക്കട്ടെ. നിങ്ങളാരാ? എനിക്ക് നിങ്ങളൊന്നും അറിയില്ല. അയ്യോ മാഡം, ഞാൻ സോന. മാഡത്തിനൊപ്പം ഞാൻ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ കാലം മുന്നേ. ഒരു 9-10 വർഷം മുന്നേ ആയിരിക്കും. മാഡത്തിനൊപ്പം ഞാൻ സെർവന്റ് ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. മാഡം ഇപ്പോൾ അർജുൻ സാറിന്റെ വീട്ടിലാണല്ലേ? അതെ, ഞാൻ അർജുൻ സാറിന്റെ വൈഫാ. അപ്പൊ പിന്നെ അവരുടെ വീട്ടിലുണ്ടാവുക. നീ ഏതാ കൊച്ചേ? ഈ സോനയൊന്നും എനിക്കറിയില്ല. നീ ആ കൊറിയർ തന്നിട്ട് നീ പോവാൻ നോക്ക്. അയ്യോ മാഡം, തരാം ദേഷ്യം പിടിക്കല്ലേ. പിന്നെ മാഡത്തിന് സുഖമല്ലേ? സിജു സാർ എവിടെ? സിജു സാറും മാഡം ഭയങ്കര കമ്പനി ആയിരുന്നല്ലോ. ഓഹോ, ഞാൻ സംശയിച്ച പോലെ തന്നെ അലക്സിന്റെ അച്ഛനും അമ്മ എന്തോ ഉണ്ട്. എന്റെ ദൈവമേ, ഈ സോന എന്തൊക്കെ പറയുന്നേ? ശിശു, എന്റെ മോൻ ഇതെല്ലാം കേൾക്കുന്നുണ്ടാവുമല്ലോ. ഇനിത് അർജുനോട് പോയി പറഞ്ഞാലേ കഥ കഴിഞ്ഞു. ഇവിടെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. പെട്ടെന്ന് ഇവിടെ പുറത്താക്കണം, അല്ലെങ്കിൽ പഴയ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്റെ മോനെയും കൊണ്ട് കൺഫ്യൂഷൻ ആക്കും. മാത്രമല്ല എന്റെ മോന് എന്നെ ഒരുപാട് ഡൗട്ട് തോന്നും. അതുകൊണ്ട് എന്റെ മോനെ അറിയാൻ പാടില്ല. ഹേ, ഇവിടെ പോവാൻ നോക്കാം. നിങ്ങൾ ആരെന്ന് എനിക്കറിയില്ല. ഓരോന്ന് വെളിവില സംസാരിച്ച് വന്നോളൂ. മര്യാദയ്ക്ക് ആ സാധനം നിന്നിട്ട് പോവാൻ നോക്കുക, അല്ലെങ്കിൽ കേസ് വേറെ വകുപ്പാവും. ഇങ്ങോട്ട് പെട്ടെന്ന് തരാൻ നോക്കുക. അയ്യോ മാഡം, എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നേ? ഞാൻ കാര്യം ചോദിച്ചില്ലല്ലോ. സിജു സാറും മാഡം വലിയ ബന്ധത്തിലായിരുന്നല്ലേ? അപ്പോ എനിക്ക് അതൊന്ന് കേൾക്കണമെന്നുണ്ടായിരുന്നു. സിജു സാർ ഇപ്പൊ എങ്ങനെ ഇപ്പൊ ലൈഫൊക്കെ? ഇപ്പൊ നിങ്ങൾ തമ്മിൽ മിണ്ടായിരിക്കണ്ടോ? ഹോ എന്റെ പൊന്നെ, ഒന്ന് പോവാൻ നോക്ക് കൊച്ചേ. എനിക്ക് മോനെ എന്തോ മണക്കുന്നുണ്ട്. മീൻസ് എന്തോ ഗ്യാസ് എന്തോ മണക്കുന്നുണ്ട്. മോനെ പോയിട്ട് പെട്ടെന്ന് നോക്കിയേ. അമ്മയുടെ തന്ത്രമൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. ഓക്കെ അമ്മേ. ഓക്കെ, എനിക്കെല്ലാം മനസ്സിലായി. സിജോ സാറും ഞാനും പഴയ കാലത്ത് ബന്ധമൊക്കെ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഇനി അത് പ്ലീസ് കൊണ്ടുവരല്ലേ. എന്റെ ഫാമിലി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക. ഇനി ദൈവം അതൊന്ന് കൊണ്ടുവരല്ലേ പ്ലീസ് പ്ലീസ് പ്ലീസ്. സോന, എനിക്ക് തന്നെ അറിയാം. ശരി, ഇനി ആ സാധനത്തിൽ താൻ പോവാൻ നോക്ക് പ്ലീസ്. ഡിസ്റ്റർബ് ചെയ്യല്ലേ. ഓക്കെ ഓക്കെ മാഡം, ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. സോറി കേട്ടോ. ഓ, ഒന്ന് പോവാൻ നോക്ക്. അമ്മേ. എന്താ അമ്മേ? ആരമ്മേ? സിജോ അലക്സാണ്ടർ അച്ഛനെ കുറിച്ചിട്ടാണ് പറഞ്ഞേ. ഓ, നിന്ന് മിണ്ടാതിരിക്കണോ? അവർ മാത്രമല്ല സിജോ എന്നുള്ള ഒരാള്. ആ കുട്ടിക്ക് എന്റെ വെളിയില്ല തോന്നുന്നു, അതുകൊണ്ടായിരിക്കും സംസാരിച്ചത്. ശരി മോനെ, മര്യാദയ്ക്ക് പോയിട്ട് കളിക്കാനല്ല നീ പറഞ്ഞത്. കളിക്കാൻ വയ്ക്കാം, അത് നിനക്ക് നല്ലത്. വേണ്ട അമ്മേ, ഞാൻ ഇന്ന് കളിക്കാൻ പോകുന്നില്ല. ഞാൻ നല്ല അമ്മയുടെ ഒപ്പം നിന്നുണ്ട്. എന്താടാ, നീ വല്ല കുരുത്തക്കട ഒപ്പിക്കാൻ വേണ്ടിയാണോ അമ്മയുടെ ഒപ്പം നിൽക്കുന്നേ? നീ കളിക്കാന്ന് പറഞ്ഞില്ലേ, നീ അങ്ങോട്ട് പോയിക്കോ. നിന്നെ അവർ വെയിറ്റ് ചെയ്യല്ലേ. വേണ്ട അമ്മേ, അമ്മ ഒന്ന് പറഞ്ഞു തരാം അമ്മേ. ആരമ്മേ സിജോ? ആരമ്മേ? എന്തൊക്കെയുണ്ടല്ലോ അമ്മേ. അമ്മയുടെ പഴയ കാല സ്റ്റോറി ഒന്ന് പറഞ്ഞുതരോ? എന്താ അമ്മേ, എനിക്കൊന്ന് പറഞ്ഞുതരോ? അമ്മയുടെ മോനല്ലേ ചോദിക്കുന്നേ. എന്റെ പൊന്നു മോനെ, എന്റെ സ്റ്റോറി നീ പറയുന്നേ? ഞാൻ വല്ല കെട്ടുകഥ വല്ല ഉണ്ടാക്കി പറഞ്ഞുതരാം. അതാകുമ്പോ നീ വിശ്വസിച്ചോളും. അല്ലാതെ എന്റെ അടുത്ത് ഒരു സ്റ്റോറി ഇല്ല. പിന്നെ നീ വിചാരിക്കുന്ന പോലെ ഞാൻ ആദ്യമായിട്ട് സ്നേഹിച്ചതും കല്യാണം കഴിച്ചതൊക്കെ അർജുനെ മാത്രമാണ്, അല്ലാതെ വേറെ ഒരാളില്ല. ഓക്കെ, അതായത് നിന്റെ അച്ഛനെ. ഓക്കെ, ഇപ്പൊ മനസ്സിലല്ല ഡീറ്റെയിൽസ് ഒക്കെ. ഇനി എന്ത് കഥ എനിക്ക് വേണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. ആയിക്കോട്ടെ അമ്മേ, ഞാനേ കണ്ടെത്തിക്കോളാം കേട്ടോ. അമ്മയ്ക്ക് എന്തൊക്കെയോ ഒരു പെശകുണ്ട്, അതെനിക്ക് നല്ലോണം മനസ്സിലായിക്കണേ. ദേ, എന്റെ കൈ നിന്റെ മുഖത്ത് വീഴും, മനസ്സിലായല്ലോ? അമ്മയുടെ ഓരോ പഴയ കഥകളും അന്വേഷിച്ച് നടന്നോളൂ. ആ നേരം കൊണ്ട് ഈ ഒരു സംഭവം നീ പഠിത്തത്തിൽ കാണിച്ചിരുന്നെങ്കിലേ നീ എന്നോ വലിയ ആളായാനെ. അതിനമ്മ ഞാൻ 2ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ. ഈ പഠിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ എവിടെ വെച്ച് പഠിക്കാനാ? 2ൽ എത്തിയിട്ടുള്ളൂ. കുറച്ചുകൂടി ക്ലാസ് ആയിട്ടെ ഞാൻ തന്നെ താനെ പഠിച്ചോളാം. പിന്നെ അമ്മ സെർവന്റ് അല്ലായിരുന്നോ? അതേടാ, ഞാൻ സെർവന്റ്. നിനക്കെന്താ വേണ്ടേ? ഇതാ നിന്റെ, ഞാൻ പറയുന്നില്ല, നിനക്ക് സെർവന്റ് ആവാൻ പോലും പറ്റില്ല. ഞാൻ ആദ്യം പറഞ്ഞില്ല. പിന്നെ സെർവന്റ് എന്ന് പറയുന്നത് അത്ര വലിയ മോശമായിട്ട് എനിക്ക് തോന്നില്ല, മനസ്സിലായല്ലോ? ഞാനേ വലിയ കുക്ക് ഷെഫായിരുന്നു, അത് നിനക്ക് ഓർമ്മ വേണം. അല്ലാതെ നിന്നെ പോലെ. ഷെഫോ? എവിടുത്തെ ഷെഫ്? അമ്മ എന്തിനാ കള്ളം പറയുന്നേ?
അല്ല കളം പറഞ്ഞതാണ് ചേച്ചാ, ചെറുതായിട്ട് കളം. അങ്ങനെ ഷെഫൊന്നുമല്ല, ചെറുതായിട്ട്. പിന്നെ എനിക്ക് എന്തൊക്കെയാ തലവേദന എടുക്കുന്നുണ്ട്, ഞാൻ പോവാ. അമ്മ അച്ഛന്റെ പോലെ വലിയ കുക്കിംഗ് ആളായിരുന്നല്ലേ? അതെ, അതുകൊണ്ടാണല്ലോ എന്റെ അച്ഛൻ ഞാൻ കല്യാണം കഴിച്ച് തീർന്നല്ലോ. ഇതാണ് സ്റ്റോറി, ഇത്രേ ഉള്ളൂ. അതാ പെണ്ണ് വന്നിട്ട് എന്തൊക്കെയോ വലിയ കഥയെ പോലെ പറഞ്ഞോ, അത്രേ ഉള്ളൂ. അല്ലാതെ സിജോ നിറകളൊന്നും എന്റെ ജീവിതത്തിൽ വന്നിട്ടില്ല, ഞാൻ കണ്ടിട്ടുമില്ല. പിന്നെ മക്കളൊരു കാര്യം ചെയ്യേ, എന്താ ചെയ്തോ, അമ്മയ്ക്ക് ഒരു പരിഭവവും ഇല്ല. മക്കളെ എങ്ങനെ നടന്നാലും അമ്മയ്ക്ക് ഒന്നുമില്ല. മോനിങ്ങനെ നടക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? അമ്മയുടെ ഓരോ കെട്ടുകഥകളും കേട്ടിങ്ങനെ നടക്കാനായിട്ട്. മക്കളെ ഒരു കാര്യം മനസ്സിലാക്കി, അമ്മയ്ക്ക് ഒരു കഥയുമില്ല, അമ്മയ്ക്ക് ഒറ്റ കഥയുള്ളൂ, അതിതാണ്. ഇനി നിനക്ക് എന്താ ചെയ്തോ. സോറി അമ്മേ, ഞാൻ വെറുതെ. ഓ സാറില്ല, പോട്ടെ. അലക്സേ, നീ പഠിക്കുന്നൊക്കെ ഉണ്ടല്ലോ. ആ അച്ഛാ, ഞാൻ പഠിക്കുന്നുണ്ട്. വെരി ഗുഡ്. ഇപ്രാവശ്യം മക്കൾക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ അച്ഛൻ്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. എന്ത് ഗിഫ്റ്റ് അച്ഛാ? ഒന്ന് പറഞ്ഞുതരുമോ? അതൊക്കെ സർപ്രൈസാ. ഓ, വലിയ സർപ്രൈസ്. അലക്സേ, എന്താ അച്ഛാ? നിന്റെ ഫ്രണ്ടില്ലേ മാധവ്, അവന്റെ വീട് എവിടെ? അതെന്തിനാ അച്ഛനക്ക് അവന് പിടിക്കാ? അച്ഛൻ പോണ്ടാ? ഞാനെന്തിനു പോണം? ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാനാ. നിന്റെ ഫ്രണ്ടൊക്കെ അല്ലേ? ആ, എനിക്ക് വീടറിയാം, പക്ഷെ എങ്ങനെ പറഞ്ഞു തരണ്ടേ അറിയില്ല. ഹോ, ഇവനൊക്കെ സ്കൂളിൽ വിട്ട നേരം കൊണ്ട് വല്ല വാഴ നട്ടാ മതിയായിരുന്നോ? ഓ, വലിയ കാര്യം തന്നെ. അല്ലെങ്കിൽ ഞാൻ പറയും ശരി തന്നെയല്ലേ അലക്സേ? ഒരാളെ വീട് ചോദിക്കുമ്പോ അത് നിനക്ക് അറിയില്ല വെച്ചാ, അതും നിന്റെ അടുത്ത ഫ്രണ്ടായിട്ട്. എന്റെ പൊന്നച്ഛ, എനിക്ക് അറിയാം, പക്ഷെ എങ്ങനെ പറഞ്ഞു തരണ്ടേ അറിയില്ല, അതാണ് പ്രശ്നം. ഓ ശരി, നീ മിണ്ടാതെ അവളെ ഇരിക്കാൻ നോക്കോ. അല്ല പിന്നെ അതിനെന്തിനാ അച്ഛൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന എന്നോട്? അച്ഛനോട് ദേഷ്യപ്പെടുമ്പോ എനിക്ക് ഭയങ്കര സങ്കടാവുക. ഓ വലിയ കാര്യം തന്നെ, അങ്ങനെ സങ്കടപ്പെട്ടങ്ങ് കുത്തിരുന്നോട്. ഒരു കാര്യം ചെയ്യുമ്പോ അതിന് വ്യക്തമായിട്ട് മറുപടി വേണം. അല്ല, അച്ഛനെന്താ ദേഷ്യപ്പെടുന്നേ? അച്ഛനക്ക് മാധവന് ഇഷ്ടമല്ലല്ലോ, പിന്നെന്താ? മാധവന് എനിക്കാണ് ഇഷ്ടമല്ലാത്ത, നിന്റെ അമ്മയ്ക്കല്ലേ? അമ്മയ്ക്കാണെങ്കിലും അച്ഛനക്ക് ഇഷ്ടമല്ലല്ലോ. അലക്സി, അതിന് അവനെ കാണാനല്ലല്ലോ ഞാൻ വീട് ചോദിച്ചേ. പിന്നെ അയ്യോ, ആകെ പെട്ടല്ലോ. ഇനി ഞാൻ ഇവരോട് എന്ത് മറുപടി പറയും? എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊപ്പിക്കാനെ വിശ്വസിച്ചോളൂ. അവന്റെ അമ്മേനെ പോലെ തന്നെ ഇവനൊരു മണ്ടനാ. അത് പിന്നെ അവന്റെ അച്ഛനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നേന്ന്. അതെന്നെ എനിക്കും ചോദിക്കാണ്ട്. എപ്പോഴും നമ്മളോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുമല്ലോ അച്ഛാ? എനിക്ക് ചോദിക്കണം. എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, നമ്മുടെ കടയിൽ ഒരുപാട് പേര് വരാറില്ലേ, അതോടുള്ള അസൂയായിരിക്കും. ആ അതന്നെ. നീ നിന്റെ ബുക്ക് വെക്കുന്നില്ലേ? അയ്യോ, എന്നെ കൊണ്ടൊന്നും വയ്യ. പിന്നെയാണെങ്കില് നോട്ട് ഫുൾ ആക്കിയിട്ടില്ല. ഇന്നിപ്പോ നോട്ട് വെക്കേണ്ടെന്ന് ഞാനങ്ങ് വിചാരിച്ച്. എടാ മണ്ട, നോട്ട് വെച്ചാലേ ടീച്ചർ എക്സ്ട്രാ മാർക്ക് ഇട്ടുതരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാ ഞാൻ വെക്കുന്നേ. പിന്നെ ഇതൊക്കെ വെച്ചാലേ ഇപ്പൊ മാർക്ക് തരും. ഒന്ന് പോടാ അവിടുന്ന്. ടീച്ചർ വെറുതെ കള്ളം പറയുന്ന. അത് നിനക്ക് തോന്നാവും, ടീച്ചർ ഉറപ്പായിട്ട് മാർക്ക് തരും, ഞാനാ പറയുന്നേ. എടാ, പഠിച്ചത് എഴുതാൻ നോക്ക്, എന്നാലേ മാർക്ക് കിട്ടൂ. അയ്യോ, എനിക്കത് ഒട്ടും അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ എഴുതിയിട്ട് ഇങ്ങനെ വെക്കുന്നത്. ഇതാകുമ്പോൾ നല്ല സുഖമല്ലേ, നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ട് ഇവിടെ വെച്ചാൽ മാർക്ക് കിട്ടും. മറ്റേത് പഠിച്ചിട്ട് അത് എഴുതിയെടുക്കണ്ടേ, എന്തോരം പണി അതൊക്കെ. സത്യടാ, നമ്മളെ പോലുള്ള പിള്ളേരുടെ മനസ്സ് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവൂല തന്നെയല്ലേ? അതെ മാധവ്. എന്തായാലും സ്കൂളൊക്കെ പൂട്ടി, ഇനി എന്തായാലും വെക്കേഷൻ ആയി. അതാവുമ്പോ എനിക്ക് എന്റെ മാമിയുടെ വീട്ടിൽ പോയിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ചോദിച്ചു. എന്റെ അമ്മയും അതേപോലെ നിന്റെ അച്ഛനും പഴയ കാലത്ത് വല്ല റിലേഷൻ ഉണ്ടായിരുന്നോ എന്ന്. എന്തായാലും എനിക്ക് തോന്നില്ല എന്റെ അച്ഛനും നിന്റെ അമ്മയും എന്തോ വലിയ ബന്ധം ഉണ്ടെന്ന്. അതെനിക്ക് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. ആ, നീ വിശ്വസിച്ചോ, അത് നിന്റെ ഇഷ്ടമല്ലേ. ഞാനേ എല്ലാ ഡീറ്റെയിൽസ് ആയിട്ട് വരണ്ട്. എന്നിട്ട് നീ അതും കേട്ട് നീ വിശ്വസിക്കുകയാണെങ്കിലേ അത് നിന്റെ കുഴപ്പം മാത്രമാണ്. എന്റെ കുഴപ്പമാണോ അത് നിന്റെ കുഴപ്പമാണോ എന്ന് നമുക്ക് കണ്ടറിയാം. അറിയാലോ, കണ്ടു തന്നെ നമുക്കറിയാം. ഒരു കാരണവശാലും ഒരു ഡീറ്റെയിൽസും ഫോണുമായി നീ അറിയിക്കരുത്. കാരണം എന്റെ അമ്മ അങ്ങനെ കണ്ട തീർന്നു, എന്റെ അച്ഛനും കണ്ടാലേ. അതുകൊണ്ട് നീ അങ്ങനെ അയക്കരുത് കേട്ടോ. ഞാനും തിരിച്ചയക്കുന്നില്ല. ശരി. പിന്നല്ലേ, നീ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് തന്നെ വരണേ. എനിക്ക് നിന്നെ ഭയങ്കര മിസ് ചെയ്യും. നമുക്ക് വെക്കേഷൻ ടൈമിൽ ഒരുപാട് ഗെയിംസ് ഒക്കെ കളിക്കണം. അതിനെന്താടാ, ഒരുപാട് ഗെയിംസ് നമുക്ക് കളിക്കാം.